ഹായ് ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ഒരു സീരീസ് എടുക്കാൻ പോവുകയാണ്. സോ ഇന്ന് എന്താണ് ഓഡിറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിംഗ്. Auditing is the examination of the books and accounts of a business concern by an independent person called auditor. ഒരു ബിസിനസ് കൺസേണിനുള്ളിലെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് എല്ലാം എക്സാമിൻ ചെയ്യുന്നതിനാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. അതിൻ്റെ ജെന്യൂനിറ്റി അല്ലെങ്കിൽ ട്രൂ ആൻഡ് ഫെയർ വാല്യൂ, ആക്യുറസി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ബിസിനസ് കൺസേണിൻ്റെ പുറത്തുള്ള ഒരാൾ, ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ, ആ ഒരു ഓർഗനൈസേഷനിൽ ഇല്ലാത്ത പുറത്തുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ വന്ന് എന്ത് ചെയ്യുന്നു, ഇതിനെ ചെക്ക് ചെയ്യുന്നു, ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Montgomery defines auditing as a systematic examination of the books and records of a business or other organization in order to ascertain or verify and report upon its facts regarding its financial operations and the results thereof. So books of accounts ന്റെ accuracy അല്ലെങ്കിൽ correctness നമ്മൾ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. It is the intelligent and critical examination of books and accounts or other documents through checking, vouching and verification. Okay. സോ ഒരു ഓർഗനൈസേഷൻ്റെ ഓഡിറ്റിങ്ങിന് മുന്നായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്: ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് ആൻഡ് ഫൈനലി ഓഡിറ്റിംഗ്. സോ ഒറ്റയടിക്ക് ഓഡിറ്റിംഗ് വരികയല്ല, അതിന് മുന്നേ എന്തുണ്ട്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് വരുന്നുണ്ട്, അക്കൗണ്ടിംഗ് ഉണ്ട്. അക്കൗണ്ടിങ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഓഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബുക്ക് കീപ്പിംഗ് ഈസ് കൺസേൺ വിത്ത് ദ കീപ്പിംഗ് ഓഫ് എ റെഗുലർ, കറക്റ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് എ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് കൺസേൺ. ഡെയിലി വരുന്ന ട്രാൻസാക്ഷനെ നമ്മൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന പ്രോസസ്സിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് അക്കൗണ്ടിങ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അക്കൗണ്ടിങ് എന്നല്ലേ. അക്കൗണ്ടിങ് ബിഗിൻസ് വെർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്ന അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് പ്രസൻറ്റിംഗ് ദ ഡേറ്റ ഓഫ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ബൈ ദ ബുക്ക് കീപ്പേഴ്സ് ഓഫ് എ ബിസിനസ് കൺസേൺ ഓൺ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. സോ ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ് കഴിഞ്ഞ ശേഷമാണ് എന്ത് വരുന്നത്, ഓഡിറ്റിംഗ് വരുന്നത്. സോ അക്കൗണ്ടൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ വെരിഫൈ ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് എന്ത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഓഡിറ്റിംഗ് ചെയ്യുന്നത് ആരാണ്, ഒരു ഔട്ട്സൈഡറാണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആണ് അല്ലേ. ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്. ആ വ്യക്തിനെയാണ് നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഓഡിറ്റിങ്ങിന് ക്വാളിഫൈ ആവുന്നത്. ഓഡിറ്റിംഗ് ജനറലി പ്രിപ്പയർ ചെയ്യുന്നത് എൻഡ് ഓഫ് ദി ഇയറിലാണ്. ഓഡിറ്റ് വർക്ക് കഴിഞ്ഞാൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുക, ഓഡിറ്റ് റിപ്പോർട്ട് പ്രൊപ്രൈറ്റേഴ്സിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ടിങ് എത്തിക്സ് ആൻഡ് ഓഡിറ്റിംഗ്. എന്താണ് അക്കൗണ്ടിങ് എത്തിക്സ് ആൻഡ് ഓഡിറ്റിംഗ്? അക്കൗണ്ടിങ്ങിനുള്ളിൽ മോറൽ എത്തിക്സും വാല്യൂവും ജഡ്ജ്മെൻ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ അക്കൗണ്ടിങ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് ഹ്യൂമൻ എത്തിക്സ്. സോ മോറൽ വാല്യൂസും എത്തിക്സ് ഒക്കെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ അപ്ലൈ ചെയ്യണം. ജെന്യൂൻ ആയിട്ട് ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നതിനാണ് നമ്മൾ അക്കൗണ്ടിങ് എത്തിക്സ് എന്ന് പറയുന്നത്. വേറെ മാൽ പ്രാക്ടീസസോ അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊന്നും കാണിക്കാണ്ട് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടിങ് എത്തിക്സ് എന്ന് പറയുന്നത്. ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ മാൽ പ്രാക്ടീസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഗവൺമെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റെമഡീസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എത്തിക്സിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അക്കൗണ്ടിങ് എത്തിക്സിനെ കൂട്ടാനായിട്ട് ഒരുപാട് റെമഡീസ് ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. സോ ഓരോ അക്കൗണ്ടൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ് എത്തിക്കലായിട്ട് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സോ ഇതാണ് അക്കൗണ്ടിങ് എത്തിക്സ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആരുടെയും ഇൻഫ്ലുവൻസിൽ പെടാണ്ട്, ആരുടെയും സ്വാധീനത്തിൽ പെട്ടുപോകാതെ എന്ത് ചെയ്യുക, കറക്റ്റ് ഇൻഫർമേഷൻസ് എത്തിക്കലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓർഗനൈസേഷൻ്റെ പുറത്തു നിന്ന് വരുന്ന ഒരാളാണ് എന്ത്, ഓഡിറ്റർ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താ, ഒരു കാരണവശാൽ എന്ത് ചെയ്യത്തില്ല, ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആരാലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫർമേഷൻസ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എന്ത് ചെയ്യാനുള്ളത്, ഓഡിറ്റർ ആയിരുന്നാലും അക്കൗണ്ടൻ്റ് ആയിരുന്നാലും പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇപ്പോൾ ഓഡിറ്റിങ്ങിനും അതിൻ്റേതായ കുറച്ച് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടുള്ള പോലെ തന്നെ ഓഡിറ്റിങ്ങിനും അതിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് are the procedures or practices issued by the ICAI, Institute of Chartered Accountants of India, for the proper conducting of auditing. അപ്പോൾ ഓഡിറ്റിംഗ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രാക്ടീസസ് ആര് സെറ്റ് ചെയ്തിട്ടുണ്ട്, ICAI സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ മുമ്പ് ഈ ഒരു ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സിനെ പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രോസസ്സ് എന്നായിരുന്നു. എങ്ങനെയാണ് ഒരു ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രൊസീജിയേഴ്സാണ് ഇതിനുള്ളിൽ പറയുന്നത്. സോ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനുള്ളിൽ
ഓഡിറ്റിങ്ങിന് വേണ്ട എന്തൊക്കെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് ആണ് ആ ഒരു ഓഡിറ്ററിന് വേണ്ടി വരിക എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിലാണ്, ഈ ഒരു പ്രൊസീജിയറിൻ്റെ ബേസിസിലാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നതെന്നുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ഓഡിറ്റർ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനുള്ളിലും ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് കറക്റ്റ് എന്ത് ചെയ്യുക, ഡിസ്ക്ലോസും കൂടി ചെയ്തിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വി ആർ മൂവിങ് ടു കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയാണ് ഓഡിറ്ററായിട്ട് നിയമിക്കുന്നത്. അദ്ദേഹത്തെ ഒരു ക്ലയൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലയൻറ്റിന് വേണ്ടി മാത്രമല്ല, ആ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാവരിലും എന്തുണ്ടായിരിക്കണം, ആ ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. ഈ ഒരു ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നാലും, ക്രെഡിറ്റേഴ്സ് ആയിരുന്നാലും, മാനേജ്മെൻറ്റ് ആയിരുന്നാലും, ഗവൺമെൻറ് ആയിരുന്നാലും, അല്ലെങ്കിൽ പബ്ലിക്, എല്ലാവരും ഒരു ഡിസിഷൻ എടുക്കുന്ന എന്തിൻ്റെ ബേസിസിലാണ്, ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ്. സോ എല്ലാവർക്കും വേണ്ടിയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള റിപ്പോർട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റർ പ്രസൻറ്റ് ചെയ്യേണ്ടത്. സോ ഇത്രയും അധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഓരോ വ്യക്തിയിലും റെസ്പോൺസിബിളാണ്, ഇൻവെസ്റ്റേഴ്സിലും, ക്രെഡിറ്റേഴ്സിലും, മാനേജ്മെൻറ്റിലും, ഗവൺമെൻറ്റിലും, അങ്ങനെ എല്ലാവരിലും എന്താണ് റെസ്പോൺസിബിളാണ് ഓഡിറ്റർ. അതുകൊണ്ട് തന്നെ ഇത്രയും ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആരാലും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഓഡിറ്ററിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു audit evidence. Audit evidence is the information used by the auditor in arriving at the conclusion. So ആ ഒരു പേര് പോലെ തന്നെയാണ് എവിഡൻസ്. നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരു പ്രൂഫ്, ആ ഒരു എവിഡൻസ്, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. ഈ ഓഡിറ്റ് എവിഡൻസിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ആ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഓഡിറ്റർ എത്തുന്നത്. സോ ഈ ഒരു എവിഡൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഡോക്യുമെൻ്ററി എക്സാമിനേഷൻ ആവാം, ഫിസിക്കൽ എക്സാമിനേഷൻ ആവാം, അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആവാം, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് തേർഡ് പാർട്ടീസ് ആവാം, അല്ലെങ്കിൽ അർത്ഥമെറ്റിക് കാൽക്കുലേഷൻ ബൈ ഓഡിറ്റർ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും എവിഡൻസ് ആവാം. സോ ഇതാണ് ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു എവിഡൻസിൻ്റെ ബേസിസിലാണ് ഓഡിറ്റർ എന്ത് ചെയ്യുന്നത്, ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റിയാണ്. Audit materiality refers to any item whose misstatement will influence the decision of the users of the financial statement. So audit materiality എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അത് ആർക്ക് പ്രശ്നമായിട്ട് മാറും, ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്ന വ്യക്തികളുണ്ടാവുമല്ലോ, അവരെന്ത് ചെയ്യുന്നു, ഇത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും, അവരുടെ ഡിസിഷനെ എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളിനുള്ളിൽ പറയുന്നത് എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും എന്ത് ചെയ്യുക, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ എന്താണ് കൺസെപ്റ്റ് ഓഫ് true and fair view? The true and fair view in an auditing means that the financial statements are free from material misstatements and faithfully represent the financial performance and position of the entity. So ഓഡിറ്റിങ്ങിനുള്ളിൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മിസ്സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ടുള്ള ഒരു വ്യൂവിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുന്ന, കറക്റ്റായിട്ട് മെറ്റീരിയൽസിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നത്. ആ ഒരു എൻറ്റിറ്റിയുടെ കറക്റ്റ് പൊസിഷൻ മനസ്സിലാക്കാൻ പാകത്തിൽ അവിടുത്തെ എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുമില്ലാത്ത കറക്റ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നത്. സോ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരു ഓഡിറ്റർ ചെയ്യേണ്ടത്? ആൻഡ് ഓഡിറ്റർ ഹാസ് ടു സീ ദാറ്റ് ദ അസറ്റ്സ് ആർ നെയ്തർ അണ്ടർ വാല്യൂഡ് നോർ ഓവർ വാല്യൂഡ്. അസറ്റിനെ ഓവർ വാല്യൂ ചെയ്യുക അല്ലെങ്കിൽ അണ്ടർ വാല്യൂ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഓഡിറ്റർ. എന്തെങ്കിലും മെറ്റീരിയൽ അസറ്റ് ഓമിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഓഡിറ്റർ എൻഷുർ ചെയ്തിരിക്കണം. അസറ്റ്സിൽ എന്തെങ്കിലും ചാർജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ മെറ്റീരിയൽ ലയബിലിറ്റീസ് ഒന്നും ഒമിറ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക, ആര്, ഓഡിറ്റർ. സോ ഇത് രണ്ടുമാണ് കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റിയും കൺസെപ്റ്റ് ഓഫ് ട്രൂ ആൻഡ് ഫെയർ വാല്യൂ. മെറ്റീരിയാലിറ്റിനുള്ളിൽ പറയുന്നത് മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും വരാൻ പാടില്ല എന്നുള്ളതാണ്. ട്രൂ ആൻഡ് ഫെയർ വ്യൂ, കൺസെപ്റ്റ് ഓഫ് ട്രൂ ആൻഡ് ഫെയർ വ്യൂക്കുള്ളിൽ പറയുന്നത് ഈ പറയുന്ന മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ആ ഒരു എൻറ്റിറ്റിയുടെ പൊസിഷൻ മനസ്സിലാക്കുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഒരു തെറ്റുമില്ലാണ്ട് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിനെ ഓഡിറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസെപ്റ്റ് ഓഫ് ട്രൂ ആൻഡ് ഫെയർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു ഓഡിറ്ററിന് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. The qualities of an auditor. He must have a thorough knowledge of principles and policies of accounting. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നല്ലൊരു ധാരണ ആർക്കുണ്ടായിരിക്കണം, ഓഡിറ്ററിന് ഉണ്ടായിരിക്കണം. He should be fully aware of the technical details of the working of business he is auditing. അപ്പോൾ അദ്ദേഹം ഓഡിറ്റ് ചെയ്യുന്ന ആ ഒരു ബിസിനസ്സിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ്, അവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റർ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിനെ കുറിച്ചൊരു തറോ നോളജ് ആർക്കുണ്ടായിരിക്കണം, ഓഡിറ്ററിന് ഉണ്ടായിരിക്കണം. ഹി ഷുഡ് ബി ഫെമിലിയർ വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അതുപോലെ തന്നെ ഹി ഷുഡ് ബി ഓണസ്റ്റ്, ഇംപാർഷ്യൽ ആൻഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി അതർ പേഴ്സൺ while performing his duty. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എന്ത് ചെയ്യുക, അവിടെയുള്ള മറ്റാൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹി ഷുഡ് പോസസ് ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഹി ഷുഡ് ബി വിജിലൻറ്റ്, കോഷ്യസ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. പ്രോപ്പറായിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളും കൂടി ആയിരിക്കണം. എബോവ് ഓൾ
വളരെയധികം എത്തിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ മോറൽ വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ കൂടിയായിരിക്കണം ആര്? ഓഡിറ്റർ. സോ ഇതുപോലെ ഒരുപാട് ക്വാളിറ്റീസ് ഓഡിറ്റിന് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസാണ് നോക്കിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് ഈ ഒരു ഓഡിറ്റിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് മിക്കപ്പോഴും എക്സാംസിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്ന്. ഓഡിറ്റിനെ ഗവേൺ ചെയ്യുന്ന ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓഡിറ്റർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ഓണസ്റ്റ് ആയിരിക്കണം, കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യുക, ഇൻഫ്ലുവൻസിലൊന്നും പെടാതിരിക്കുക, അങ്ങനത്തെ ഒരു വ്യക്തി ആയിരിക്കണം ആര്? ഓഡിറ്റർ. സെക്കൻഡ് വൺ, കോൺഫിഡൻഷ്യാലിറ്റി. ആൻഡ് ഓഡിറ്റർ മസ്റ്റ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹിസ് ക്ലയൻറ്റ്സ് ബിസിനസ്. ഈ ബിസിനസ് ഇൻഫർമേഷൻസ് ഒന്നും തേർഡ് പാർട്ടീസിനോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അൺലെസ് എന്താണ് അവിടെ എന്തെങ്കിലും ഒരു ലോ പറയുകയാണ് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം, നിയമപരമായിട്ടൊരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം. അല്ലാതെ ഒരിക്കലും ഇതിനുള്ളിൽ നടക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? തേർഡ് പാർട്ടിയോട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് നെക്സ്റ്റ്, സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസ്. ഒരു ഓഡിറ്റർ എന്താണ്? നല്ല സ്കിൽഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. വെൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള, നല്ല ട്രെയിനിങ്ങും നല്ല നോളജും ഉള്ള ഒരാളായിരിക്കണം ഓഡിറ്ററായിട്ട് നിയമിക്കേണ്ടത്. ആൻഡ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് റിവ്യൂ ഓഫ് വർക്ക്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിന് കൊടുക്കേണ്ട വർക്ക്സ് ആദ്യമേ പ്ലാൻ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക. അതുപോലെ തന്നെ അതെന്താണ് ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക, റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഓഡിറ്ററിന് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡോക്യുമെൻറ്റേഷൻ. ഈ ഓഡിറ്റർ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുക? സൂക്ഷിച്ച് വെക്കുക. ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഭാവിയിൽ ചിലപ്പോൾ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് എവിഡൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്ലാനിങ്. സോ ക്ലയൻറ്റിൻ്റെ ബിസിനസ് എങ്ങനെയാണോ അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക? സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്യുക. എങ്ങനെയാണ് ഓഡിറ്റിംഗ് ചെയ്യേണ്ടത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുക, അക്കോർഡിംഗ് ടു ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഹിസ് ക്ലയൻറ്റ്സ് ബിസിനസ്. ദെൻ ഓഡിറ്റ് എവിഡൻസ്. സോ ഓഡിറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓഡിറ്റ് എവിഡൻസ്. പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യുക. ഈ എവിഡൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. സോ കറക്റ്റായിട്ടുള്ള എവിഡൻസ് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ദെൻ അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. സോ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റവും അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എന്ത് ചെയ്യുക? ഓഡിറ്റർ കളക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ആ ഒരു ഇവാലുവേഷൻ്റെ ബേസിലാണ് ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. സോ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ അദ്ദേഹം എത്തി നിൽക്കുന്ന കൺക്ലൂഷൻസ് എല്ലാം എന്ത് ചെയ്യുക? ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. കറക്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണോ അക്കൗണ്ടിങ് അവിടെ നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂവിൽ തന്നെയാണോ ചെയ്തിട്ടുള്ളതെന്നൊക്കെ എന്ത് ചെയ്യുക? ഒന്നും കൂടി വെരിഫൈ ചെയ്യുക. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്ററിൻ്റെ ആ ഫൈനൽ ആയിട്ടുള്ള ആ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം, ക്ലിയർ ആൻഡ് കറക്റ്റ്, അതുപോലെ തന്നെ എത്തിക്കലും ആയിരിക്കണം. ഓക്കെ, ആൻഡ് പ്രിസ്ക്രൈബ് ഫോമാറ്റിലുള്ളത് വേണം ഈ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇത്രയും പ്രിൻസിപ്പിൾസാണ് ഓഡിറ്റിങ്ങിനെ ഗവേൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ടു ഓഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിന്നിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കി, ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് നോക്കി, അക്കൗണ്ടിങ് എത്തിക്സ് ആൻഡ് ഓഡിറ്റിംഗ് നോക്കി, ഓഡിറ്റ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് നോക്കി, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ്, ഓഡിറ്റ് എവിഡൻസ്, കൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി, കൺസെപ്റ്റ് ഓഫ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം നോക്കിയിട്ടുള്ളത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റിങ്ങും ടൈപ്സ് ഓഫ് ഓഡിറ്റിങ്ങുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ എ സബ്സ്ക്രൈബർ ഓഫ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫൈഡ്. താങ്ക് യു.